ഓ ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് ഹോട്ടൽ റൂമിലാണ്. എന്താണ് ഞാൻ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലിബിന് പനിയായിരുന്നു, നല്ല പനിയായിരുന്നു. അവസാനം ലിബിൻ അങ്ങനെ അങ്കമാലി കഴിഞ്ഞിട്ടുള്ള അപ്പോളോയിൽ അഡ്മിറ്റായി. ഇനിയിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജും സംഭവമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനും അമിത്തും ഇപ്പോൾ ഹോട്ടലിൽ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പം ലിബിൻ്റെ അടുത്തോട്ട് പോകും ഹോസ്പിറ്റലിലേക്ക്. അതിന് ശേഷം വേണം വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഇല്ലാത്തത് എന്ന് ചോദിച്ചവരോട് പറയുകയാണ്. കടുത്ത പനിയായിരുന്നു. അപ്പം എന്താ പറയുക, ഞങ്ങൾ കുറേയൊക്കെ ശ്രമിച്ച് നോക്കി, പക്ഷേ രക്ഷയില്ല, അഡ്മിറ്റ് ആണ്ട് വന്നു. അപ്പോൾ ലിബി അവിടെ ഹോസ്പിറ്റലാണുള്ളത്. ഭയങ്കരം പനി, ഇടയ്ക്കിടയ്ക്ക് വെട്ടി വേർക്കുക, ദേഹത്ത് വേദന, നടുവേദന, അതുപോലെ ജോയിൻ്റ് വേദന, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളായിട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അപ്പം ദീപിച്ചേട്ടനും ലിബിനും അവിടെയുണ്ട്, ഞാനും അമിത്തും ഇവിടെയാണ്. കാരണം ഒരു ബൈസ്റ്റാൻഡറിനെ അവിടെ നിൽക്കത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പിന്നെ അതുകൂടാതെ വണ്ടിയുടെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും പോകണം. അപ്പം നമുക്ക് ആദ്യം ലിബിയുടെ അടുത്ത് പോയിട്ട് അവിടെ ലിബിനെ കണ്ടിട്ട് വേണം വണ്ടിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി. അവിടെയാണ് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാര്യം ആദ്യം നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ദിവസം എന്തുകൊണ്ട് വീഡിയോ ഇല്ല എന്ന് ചോദിച്ചവരോടാണ്. ഇനി അടുത്ത കാര്യം, വണ്ടിയുടെ ഇന്നിപ്പം ഗ്ലാസ് ഒട്ടിക്കൽ, അതുപോലെ തന്നെ പിന്നെ ACP വർക്ക് ഏകദേശം തീർന്നു. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറ്റി ജോയിൻ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി, വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇനി വണ്ടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അപ്പോൾ വണ്ടിയുടെ കാര്യം അങ്ങനെ. എന്തായാലും വണ്ടി ഇറങ്ങാൻ നേരത്ത് തന്നെ ലിബിനും അവിടെ നിന്ന് ഡിസ്ചാർജ് കിട്ടും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നമ്മുടെ ടാറ്റ സഫാരി ചെറുക്കനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇനിയിപ്പം ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്, ഈ പറഞ്ഞ അപ്പോളോ ഹോസ്പിറ്റലിലേക്കും അത്യാവശ്യം ദൂരമുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ള കാര്യാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കാര്യാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വേണം നമുക്ക് എങ്ങോട്ട് പോകാൻ വേണ്ടി, ഈ പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടോ. ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ ഒരു 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിന് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിലെ നിയമപ്രകാരം നമുക്കവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളൊരു 11 മണി എത്ര മണിക്ക് കടന്നില്ല ഇറങ്ങിയേ? 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. ഇനി അതിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത്. അപ്പം ഭക്ഷണമൊക്കെ അവിടെ പിന്നെ ഇവിടെ കിട്ടുന്നതുകൊണ്ട്, അതായത് ഹോസ്പിറ്റലിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കും. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. ചിലപ്പോൾ ലിബി കഴിച്ചിട്ടുണ്ടാകും, കാരണം മരുന്ന് കുടിക്കുന്നുണ്ട്, നേരത്തെ കഴിച്ചിട്ടുണ്ടാകും. ബാക്കി ഞങ്ങളെല്ലാവരും ഇനി അവിടെ ചെന്ന് കഴിക്കും. പുറത്തുനിന്ന് വേണേൽ കഴിക്കാം, പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് അവിടുന്ന് ഒരുമിച്ച് കഴിക്കാം. അപ്പം പനിയാണെന്നാണ് പറഞ്ഞത്, പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ അതൊന്നും ടെസ്റ്റ് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അവിടെ ചെന്നിട്ട് കഴിഞ്ഞപ്പോൾ അവരോട് കണ്ടിട്ട് വേണം ചോദിക്കാൻ കാര്യങ്ങളൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇൻഷുറൻസിൻ്റെ സംഭവവും ചെയ്യാനുണ്ട്. അതായത് നിങ്ങളെല്ലാവരും അത്യാവശ്യം ഇൻഷുറൻസ് എടുക്കാനൊക്കെ പറ്റുമെങ്കിൽ എടുക്കണം. എനിക്ക് തോന്നുന്ന 15,000 രൂപ മുകളിലൊക്കെ ഇൻഷുറൻസ് കിട്ടും. എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഒരു ഇത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട. ആ സമയത്ത് പൈസ ഒപ്പിക്കാനോ കടം മേടിക്കാനോ ഒന്നും പോകണ്ട. വർഷ പൈസ അടച്ചാൽ മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് മാത്രം എടുത്താൽ പോരാ, നല്ലൊരു ഏജൻറ്റിൻ്റെ അടുത്തു നിന്ന് ഇൻഷുറൻസ് എടുക്കണം. അതായത് നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോയി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശുപത്രിക്കാരും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയും പറയുന്നത് കേട്ടിട്ട് കൊണ്ടുവരും. നല്ലൊരു ഏജൻറ്റിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കവറേജും സാധനങ്ങളും കിട്ടും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കണം. നല്ലൊരു ഇൻഷുറൻസ് എടുത്തോണം. പൈസയും കാര്യങ്ങളും നോക്കരുത്, ആ സമയത്ത് പെടൂല. ഞാനൊരു നല്ല ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ, അതായത് പുള്ളി സ്റ്റാറും എല്ലാമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഇത്ര വർഷമായിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇടുന്നത്. നിങ്ങൾക്ക് എടുക്കാം. പുള്ളിയാണ് കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻഷുറൻസ് ഏജൻറ്റ്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും പുള്ളി ചെയ്തു തരും. എന്തായാലും നമുക്കൊന്ന് മുടിയും കൂടെ വെട്ടണം. കാരണം പുതിയ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താരൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബായി അവിടെ വെറുതെ ചൊറിയും കുത്തിരിക്കും, അവിടെ കയറാനാണ്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്നും ആശുപത്രിയിലേക്കും 10 കിലോമീറ്റർ, അതുപോലെ വർക്ക്ഷോപ്പിലേക്ക് 11 കിലോമീറ്റർ. ഏകദേശം നമ്മൾ ആശുപത്രി അടുക്കാറായി. അവിടെ ചെല്ലുന്നു, ഡോക്ടറിനെ കാണുന്നു, ഇൻഷുറൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പേപ്പർ കൊടുക്കാണ്ട് അത് കൊടുക്കുന്നു, തിരിച്ച് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ പോയി മുടി വെട്ടി. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താരൻ, ഒരു മുടി വളർന്നു കഴിഞ്ഞാൽ അപ്പം താരൻ്റെ പ്രശ്നം. മുടി വളർന്നു കഴിഞ്ഞാൽ നന്നായിട്ട് താരൻ വരുവാണ്, അതുകൊണ്ടാണ് മുടി വെട്ടിയത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. രാവിലെ പോകേണ്ടായിരുന്നുണ്ട്, ഇച്ചിരി താമസിച്ചു പോയി. ഞങ്ങളുടെ ഫുഡൊക്കെ വന്ന് അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ എല്ലാം തണുത്ത് മരിച്ചു പോയിട്ടുണ്ടാവും. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ആ കാണുന്ന അപ്പോളോയിലാണ് ലിബിനുള്ളത്. എത്രയായിരുന്നാ? 18-21. 18-21 റൂം നമ്പർ. അപ്പോൾ ആ റൂം നമ്പറുള്ള 8ാമത്തെ നില. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എങ്ങനെ പോകണം,
ഇങ്ങനെ വേണം കറങ്ങി പോകാൻ വേണ്ടി. അതിനാദ്യം ഈ ബ്ലോക്ക് മാറണം കേട്ടോ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ലിബിൻ ആദ്യമൊക്കെ പറഞ്ഞ് അഡ്മിറ്റ് ആണ്ടാന്നാണ്. ലാസ്റ്റ് എന്തായാലും അഡ്മിറ്റ് ഉറപ്പായി. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെയുള്ള എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ താഴെ കൊണ്ട് പാർക്ക് ചെയ്യണം കേട്ടോ. പാർക്കിംഗ് ആണ് ഇവിടെ ഒരു വിഷയം. അങ്ങ് താഴെ പോകണം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ റൂമിലെത്തി. ലിവിന് ഇപ്പോൾ ഉഷാറായി. ചോറ് കിട്ടിയടാ? ചോറ് കിട്ടി. യെസ്, ലിവിന് ചോറും കാര്യം ഇത്രേ ഉള്ളോ? ഗൈസ് ഇവർ പറയുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ. ദീപു ചേട്ടനാണ് കൂടുതൽ. നിങ്ങൾ കഴിച്ചില്ല? ദീപു ചേട്ടൻ ചോറ് അവിടെയുണ്ട്. കഴിക്കുന്നില്ലേ ചൂട് ഭക്ഷണം? ഗൈസ് അതായത് ഞാനേ ഇന്നലെ ഞങ്ങൾ വന്നതാണ്. ഇന്നലെ എപ്പോഴും അഡ്മിറ്റായേ? ഇന്നലെ ഒരു 4 മണിയായില്ലേ? 4 മണിയൊക്കെ ആയപ്പോൾ അഡ്മിറ്റായി. ഒരു തൈര്, ഒരു അച്ചാറ്, ഇതന്നെയാണ് കടച്ചക്കറിയോ? കൂട്ടുകറി പോലെയുണ്ട്. കൂട്ടുകറി, ഒരു ബീറ്റ്റൂട്ട്, ഒരു കൊണ്ടാട്ടം, ചോറ്, തന്നെ പരിപ്പ്, സാമ്പാർ. ഗൈസ് ഇത്ര സാധനമാണ് കിട്ടാറ്. പിന്നെ ഇന്നലെ ഞങ്ങൾ ഇന്നലെ സ്പൂണ് പറഞ്ഞോണ്ട് ഇത് സ്പൂണ് നിങ്ങൾക്ക് രാവിലെ ദോശ പറഞ്ഞു. ഗൈസ് ഇന്ന് ഇവിടുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ദോശയും സാധനങ്ങൾ അല്ല ഇഡ്ഡലി പറഞ്ഞതേ. ഇതേ നിൻ്റെ ദോശ, അമിതിന് ദോശ, എനിക്ക് ഇഡ്ഡലി. പിന്നെ ഇതെന്നാടല്ലേ പിന്നെ ഇതിൻ്റെ അകത്ത് ഇതെന്നാ? അത് ഓംപ്ലേറ്റ്. ഗൈസ് ഓംപ്ലേറ്റ്. പിന്നെ ഇതുണ്ടല്ലോ സലാഡ്, അത് നിനക്കില്ല? വ്യത്യാസമുണ്ട്. രോഗിക്കും പിന്നെ ബൈസ്റ്റാൻഡറിനാണ് മുൻഗണന. വെള്ളം പിന്നെ നമ്മൾ ഓർഡർ ചെയ്യണം. പിന്നെ ഇതേപോലെയാണ് ചായ സാധനമൊക്കെ കൊണ്ടുതരും. നോക്കിയാൽ ഇതേപോലെ മിൽട്ടൻ്റെ ഫ്ലാസ്കിൽ ചായ സാധനം കൊണ്ടുതരും. പിന്നെ അതേപോലെ തന്നെ ഈ TV അങ്ങ് ഓഫാക്കട്ടെ. സന്തോഷം. പിന്നെ ഇതേപോലത്തെ നല്ല കിടക്കാനുള്ള സമയം. നിങ്ങളുടെ ഇത് എടുത്തില്ല കിടക്കാനുള്ള സാധനം? ഗൈസ് ഇത് കണ്ടോ, ഇവിടെ ഇതൊരു പൈപ്പ് പോലത്തെ സാധനമാണ്. ഇത്തെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഏത് നിമിഷവും നമുക്ക് ആരെ കിട്ടും? വേണ്ട രാത്രിയില്. ഇത് ഞാനിപ്പോൾ ഓഫാക്കിയതല്ലേ, പിന്നെ എങ്ങനെ ഓണായേ? ഗൈസ് അത് ഓഫായി. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ എന്തൊരു എടാ ലിബിനെ, ഇത് നീ കിടക്കുമ്പം ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ളതാ തോന്നല്ലേ? ഏയ് അതൊന്നുമല്ല, അവരോട് മെഡിസിൻ കൊണ്ടുപോക്കാനുള്ള സെറ്റപ്പ്. മെഡിസിൻ കണ്ട കിളി പറ. ഇപ്പിച്ചിരി മെഡിസിൻ കുറഞ്ഞു കേട്ടോ. വന്നപ്പോൾ ഇഷ്ടം പോലെ മെഡിസിൻ ആയിരുന്നു. എന്തോരം മെഡിസിൻ ആയിരുന്നല്ലോ. ഇത് കണ്ടോ, ഇതേ ഇഷ്ടം പോലെ ആയിരുന്നു. ഇപ്പം കുറഞ്ഞു, മെഡിസിൻ്റെ അളവ് കുറഞ്ഞു. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു വാഷ് ബേസൻ, പിന്നെ ബൈസ്റ്റാൻഡറിന് കിടക്കാനുള്ള പില്ലോ, പിന്നെ ഇടാനുള്ള തുണി, ഇത് കണ്ടോ ബ്ലാങ്കറ്റ് അല്ല പുതപ്പ്, പിന്നെ ആങ്കറിൻ്റെ ഒരു പേസ്റ്റ്, സാധാ നോർമൽ ടിഷ്യൂ, പിന്നെ എടുത്തു അതൊക്കെ ഡെൻ്റൽ കിറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇതെന്നാ ചീപ്പ് അല്ലല്ല, ഷേവിങ് സെറ്റ് ക്രീം, പിന്നെ അതേപോലെ തന്നെ കോമ്പ്. നമുക്കാർക്കും മുടിയില്ലാത്തതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ? ഇത്ര സാധനമുണ്ട്. 3300 രൂപ 3200 രൂപ എങ്ങനെയാണ് ഈ സാധനത്തിന്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പക്ഷേയില്ല. പക്ഷേ ഇൻഷുറൻസിൽ പ്രീമിയം റൂം എടുക്കാൻ പറ്റൂല. ഡുലക്സ് റൂം രണ്ടാമത്തെ എടുക്കാൻ പറ്റും, ആദ്യത്തെ എടുക്കാൻ പറ്റൂല അല്ലേ? ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ഇതാണ് ബാത്റൂം. ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂം കേട്ടോ. ബാത്റൂമിലുണ്ടാ ഞെക്കുന്ന സാധനം ഇതാ, ഇതേ വച്ചാക്കല്ലോ കൊടിയെത്തവര്. അതെ ഗൈസ്, ഇത്ര സാധനം ഇവിടെ ഉണ്ട്. കുറവില്ലടാ. ഇവൻ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവനെ അനങ്ങാൻ പറ്റൂലായിരുന്നു കേട്ടോ. മൊത്തം തളർച്ചയും പിന്നെ ചുമയും പിന്നെ അതേപോലെ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ? ഇപ്പം കഫക്കെട്ട് സാധനമൊക്കെ കുറഞ്ഞെന്നായിരിക്കുന്നു. ഇന്നലെ കുറേ സാധനം കുത്തി കയറ്റിയവനെ. കുറേ സാധനം കുത്തി കയറ്റി. എന്നിട്ടോ കുറേ സാധനം കുത്തി കയറ്റി. എന്നിട്ട് എന്നാ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ന്യൂമോണിയ ആണോ എന്ന്. ന്യൂമോണിയ അല്ലെന്ന് പറഞ്ഞു. പിന്നെ H2 പോയോ? അതില്ല. അത് കൊറോണ ഉണ്ടോ നോക്കി, അതില്ല. അങ്ങനെയുള്ള എല്ലാ കഫക്കെട്ടാന്ന് പറഞ്ഞത്. പഴയ കഫം ഉണ്ടായിരുന്നു, അതിൻ്റെ ആയിരുന്നു. എനിക്കൊന്നും അന്ന് അവിടുന്ന് കിട്ടിയ കഫം പോയിട്ടില്ല. പണ്ട് വന്നതിൻ്റെ ഈ മഞ്ഞത്ത് കിടന്ന് ചെയ്യുന്നതിൻ്റെ കഫമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഡേഞ്ചറാ. ഇവൻ വേർക്കുക എന്നിട്ട് ഉയ്യോ തുള്ളപ്പനി പോലെ അല്ലേ ഗൈസ്. അപ്പം എന്തായാലും സംഭവമൊക്കെ ശരിയായി. എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുമെന്ന് തോന്നുന്നു. 3 ദിവസം ഇല്ല, നാളെ ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും. പറഞ്ഞോ? ഇതേപോലത്തെ ഞാൻ കുറേ ഭാഷയില്ലേ ഈ സാധനം ഊരി വെച്ചു. അറിയോ? ഇടിപ്പിക്കും. ഇതവൻ്റെ പേരും സാധനമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അതെന്നാ? ഇവിടെ വെയിനില്ല, വെയിലിന് മറ്റേ ഇത് കുറവാണ്. വെയിലല്ല, വെയിൻ ഞരമ്പിന് മറ്റേ കട്ടിയില്ല, വേറെ ഇവിടെ അടിച്ച്. നല്ല പെയിൻ ഉണ്ടോ? വേദനയുണ്ട്. ഇതെങ്ങനെയാണ് കഴിക്കുക? കൈ കൊണ്ട്. അതല്ല കഴിക്കാൻ പറ്റുന്നുണ്ടോ? കൊള്ളാവോ? ഫുഡ് അത്ര പോലെ ആണോ?
ഇഡ്ഡലിയും സാധനമൊക്കെ രാവിലത്തെ അതും അത്ര പോരാ. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലാവുണ്ട്. ഞാൻ പുറത്തുനിന്ന് കഞ്ഞി കുടിച്ചിട്ട് വന്നു. കുടിച്ചില്ലല്ലോ, കഴിക്കുന്നില്ല. ബൈസ്റ്റാൻഡറിനും ഇത് വ്യത്യാസമുണ്ട്. ഈ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഫുഡ് വ്യത്യാസമാണ്. ഇന്നലെ നമ്മൾ കുറേ കഴുത് കളിച്ചു, ലാസ്റ്റ് ഇറക്കി വിട്ടു. സെക്യൂരിറ്റിനെ വിട്ടിട്ടല്ലേ ഇറക്കി വിട്ടു. ഇന്നലെ എത്ര മണിക്ക് ഇറക്കി വിട്ടേ? ഗൈസ് ഇന്നലെ ഇറക്കി വിട്ടു ഞങ്ങൾ കഴുത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വൈകുന്നേരം എടുത്തോണ്ട് വരാട്ടോ. ടൂൾസ് എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വർഷത്തിൽ പോയില്ല. ഇനി അങ്ങോട്ട് പോകണം. 2 മണിക്ക് ശേഷം പോയിട്ടല്ലേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയില്ല. 1 മണിയായില്ല. 2 മണിക്കല്ലേ ഇനി വരത്തുള്ളൂ. ഏകദേശം തീരാറായടാ. ആയി. നീ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പെയിൻ്റ് അടി തുടങ്ങുമായിരിക്കും. ഗൈസ് കുഴപ്പമില്ല കേട്ടോ, അല്ലേ? കുഴപ്പമില്ല അല്ലേ? വലിയ ശല്യമൊന്നുമില്ല. ഞെക്കിക്കഴിഞ്ഞാൽ ആള് വരും അല്ലേ? ഞെക്കുമ്പോൾ ഓർക്കണം. പിന്നെ പുറകെ മറ്റേ അവരെ നോക്കാൻ വേണ്ടി വേറെ ആള് വരും. പിന്നെ അവരെ നോക്കി അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ആണോ? ഇന്ന് ഇത് ഈ മാരിയറ്റ് ഹോട്ടലൊക്കെ പോലെ ചെയിനായിട്ട് ഇവിടെ റിവ്യൂ ഒക്കെ ഉണ്ട് സ്റ്റാഫിന്, പിന്നെ അതുപോലെ നേഴ്സുമാർക്ക്. സ്റ്റാഫ് വന്നെന്ന് ചോദിച്ചോ, അതിന്റെ ബാക്കിൽ അതിന്റെ സൂപ്പർവൈസർ വരും, പിന്നെ അതിന്റെ സൂപ്പർവൈസർ വേറെ വരും. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കഴിച്ച് ഇന്നലെ 11 മണിയായപ്പോൾ സാധാരണ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇറങ്ങി പോകണം. ഇതെങ്ങനെ തരുമോ, സെക്യൂരിറ്റി വരും കൂട്ടിയിട്ട്, എന്നിട്ട് ഇങ്ങനെ കൈ കോപ്പും. നമസ്തേ നിങ്ങൾക്ക് ബൈസ്റ്റാൻഡർ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ വർത്താനം കേൾക്കുമെന്ന് തന്നെ നമ്മൾ പോകും കേട്ടോ. വളരെ മര്യാദയായ സംസാരമൊക്കെയാണ്. ബാക്കി അറിയത്തില്ല. എന്തായാലും ഇന്നും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ഇരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇല്ല, നാളെ പോകായിരിക്കും. കാപത്തിൻ്റെ കൂടെ ഉള്ളത് ഇൻഷുറൻസിൻ്റെ 3 ദിവസം, 3 അല്ല 5. ഫൈനലി ലിബിൻ അങ്ങനെ ബെഡേ കയറി. ഇതിൻ്റെ അകത്ത് ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഡിഗ്രി ഓട്ടോമാറ്റിക്കാണ്, താഴോട്ടും മേലോട്ടും പോകും. ഈ സാധനം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് പോകും. അപ്പോൾ ഇത് ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെയാണ് വേണ്ടത് താന്നു തിരിച്ച് മേലോട്ട്. അപ്പോൾ ഇതന്നെ ഈ നടുക്കത്ത് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്കേ സിസ്റ്റർമാർ വന്നാ കേട്ടോ. അപ്പോൾ അടുത്തൊരു ടെസ്റ്റും കൂടെ ഉണ്ടെന്ന്. എന്നാ ടെസ്റ്റ് എന്നാ? ലിവർ ടെസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ വെള്ളം പോലും കുടിക്കൂല. പിന്നെ എങ്ങനെയാണ് ലിവറിന് പ്രശ്നം? അതെ, മദ്യപിക്കാത്ത ഇവൻ തന്നെ ലിവറിൻ്റെ പ്രശ്നം. സംശയം എന്നാ പറഞ്ഞു. സംശയം കൈ അതെ കൊണ്ടു കഴിഞ്ഞ പ്രശ്നം കേട്ടോ. മടക്കാൻ പാടില്ലെന്നാ പറഞ്ഞു. മടക്കാൻ അവിടെ നീര് വെച്ചു. കൊള്ളാം കേട്ടോ, അല്ലേ? ഹോസ്പിറ്റൽ കുഴപ്പമൊന്നുമില്ല, നല്ല പീസ്ഫുള്ളാണ്. പക്ഷെ ഇവിടെ ഫുഡും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നല്ലതാണ്. ഫുഡ് പോരാ അല്ലേ? ഫുഡ് അത്ര ഇന്നലെ ഞങ്ങൾ രാത്രി തലപ്പാക്കട്ടിയും പൊറോട്ട സാധനമൊക്കെ അടിച്ചു. ഒന്നിനും കൊള്ളില്ലായിരുന്നു, അതും പോയി അല്ലേടാ. ഫുഡ് പക്ഷേ ഇൻഷുറൻസിലില്ല, നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഫുഡും മറ്റുള്ള ആക്സസറീസും സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ ബാക്കിയുള്ള ഇതൊക്കെ നേഴ്സിംഗ് സെറ്റപ്പ് ഇതൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയാണ്. വിളിച്ചാൽ 2 കിട്ടുള്ളൂ. 2 കിട്ടും. റിവ്യൂ എവിനെ ഇന്നലെ 1 മണിക്ക് വിളിച്ചു, 2 മണിക്ക് വിളിച്ചു. എന്തിനാ വിളിച്ചേ? ഈ ഇതിൻ്റെ അകത്ത് ബ്ലഡ് തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ല? എത്ര മണിക്ക് കിടന്നേ? രാവിലെ വന്നിട്ട് ആരൊക്കെയോ രാവിലെ എത്ര മണിക്ക് തുടങ്ങിയിട്ട് ഡോക്ടർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. 10-15 മിനിറ്റിനുള്ളിൽ വരുമെന്ന്. എന്താ പുള്ളി വന്നിട്ട് പോകാം അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നേരെ വർക്ക്ഷോപ്പിലെത്തി. ഇപ്പോഴത്തെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണം, അതേപോലെ തന്നെ വർക്ക്ഷോപ്പിലും വരണം. നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ഉച്ച വരെ കണ്ണഞ്ചേട്ടനുണ്ടായിരുന്നു ഉള്ളിലെ JCB വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷേ സർപ്രൈസ് അടിച്ചു തുടങ്ങിയപ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണഞ്ചേട്ടൻ ഉച്ച കഴിഞ്ഞ് ലീവാണ്. ഇനി നാളെ വരത്തുള്ളൂ. അതേസമയത്ത് തന്നെ വയറിങ്ങിൻ്റെ പണിയും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പെട്ടെന്ന് തീരാവുന്ന കേസേ ഉള്ളൂ. അതായത് ഇനി ഫ്ലോറ്, അതുപോലെ TV ക്യാബിൻ, പിന്നെ ഉള്ളിലെ ലൈറ്റ്, അതായത് നമ്മുടെ ജനറേറ്ററിൽ വർക്ക് ചെയ്യുന്നത്, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന ലൈറ്റ്, പിന്നെ ഒരു കിച്ചൻ്റെ ഭാഗം, പിന്നെ കബോർഡ്, ഇത്രയുള്ള കുറച്ച് പരിപാടി കാര്യങ്ങൾ ഇനി തീരാനുള്ളൂ. പിന്നെ പെയിൻ്റ് അടിക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടെ. അതായത് 2 ദിവസം കൊണ്ട് പെയിൻ്റ് അടി തീരും. പിന്നെ ഉണങ്ങാനുള്ളതാണ്. പിന്നെ പണ്ടത്തെ പോലെ അല്ല, ഇവിടെ ഫുൾ ഷീറ്റ് ആയതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയിട്ടായിരിക്കും അടിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. കൊണ്ട് ഇങ്ങോട്ട് നോക്കി, ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ കൊണ്ടുപോയിട്ടായിരിക്കും നമ്മുടെ ബസ് അടിക്കുന്നത്. അതുകൂടാതെ അണ്ടർ ബോഡിയും കൂടെ ചെയ്യണം. അപ്പോൾ അതിന് പിന്നെ അപ്പുറം കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ നേരെ വണ്ടി എടുത്തോട്ട് പോവാം. ഇത്രയും ദിവസം ഇന്നലെ വരെ ലിബിനും ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ വൈകുന്നേരമാണല്ലോ നമ്മൾ അഡ്മിറ്റ് ആയത്. അപ്പോൾ അഡ്മിറ്റ് ആയതുകൊണ്ട് ഇത് നമ്മുടെ ഒപ്പം ഇറക്കണമെന്ന് വിചാരിച്ചു. അതേ ജീവിക്കയുടെ വണ്ടിയാട്ടോ. പക്ഷേ വണ്ടികളുടെ അർബാനിയുടെ എണ്ണം കൂടിയപ്പം ഇക്കാൻ്റെ വണ്ടിയുടെ പരിപാടികളുടെ കാര്യം തീരുമാനമായി. അപ്പം ഇന്നലെ വരെ ലിബി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരമാണല്ലോ, അതായത്
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പം എല്ലാ ദിവസവും വന്ന് ഇതേപോലെ നോക്കി പോയാൽ മാത്രമേ കാര്യങ്ങൾ പടപടയെന്ന് തീരത്തുള്ളൂ. ഇതുണ്ടോ, രാവിലെ തന്നെ സർപ്രൈസറൊക്കെ അടിച്ച് വണ്ടി ഇതുണ്ടോ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. പിന്നെ ചെറിയ പുട്ടിക്ക് എവിടെയെങ്കിലും കുഴപ്പമുണ്ട് അതൊക്കെ ഡോട്ടിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ആ കാര്യങ്ങൾ സംഭവങ്ങൾ. പെയിൻറ്റിൻ്റെ കാര്യമൊന്നും ഇനിയൊന്നും നോക്കാനില്ല, എല്ലാം ഓക്കെയാണ്. ബേക്ക് വശം ഏകദേശം ഓക്കെ. ഇനിയിപ്പം നമ്മുടെ ഈ ലാഡറും പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ TV ക്യാബിനാണ്. ഈ TV ക്യാബിന് ACP തന്നെയാണ് പൊതിയുന്നത്. പിന്നെ അതേപോലെ ഈ ലാഡറുണ്ടോ, ഈ ലാഡറും സംഭവമൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, അതായത് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാണ്ട്. നമ്മുടെ ഷീറ്റുകൾ ഏകദേശം തീർന്നു, കാരണം ഇനി അതിനുള്ള ഉള്ളൂ. ഇനി വലിയ ഷീറ്റുകളും സംഭവങ്ങളൊന്നും വേണ്ടിയില്ല. ബേക്കൊക്കെ അത്യാവശ്യം വൃത്തിയായി. നോക്കി ഈ സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് ബേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായി. ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ബേക്കിലൊന്നും ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ, ഇതേപോലെ പ്ലെയിനായിട്ട് ഇടുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളൊന്നും പിന്നെ മീൻസ് വരാകുറി അങ്ങനത്തെ പരിപാടികളൊന്നും വലുതായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം. പിന്നെ ജനറേറ്ററൊക്കെ ഇനി കയറ്റേണ്ട കാര്യങ്ങളുള്ളൂ. പെയിൻറ്റിങ്ങും സംഭവങ്ങൾ കഴിഞ്ഞ് ജനറേറ്ററും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റുള്ളൂ. പിന്നെ അതുപോലെ ബാക്കിയുള്ള ബോക്സുകൾ സംഭവങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പം എന്നാ പറയുക, പെയിൻറ്റിൻ്റെ ഡോട്ട് നോക്കുമല്ലേ? അതെ, എവിടെയെങ്കിലുമൊക്കെ ഇനി കുഴപ്പമുണ്ടെങ്കിൽ പാച്ചിടുവാണ്. ഇതുണ്ട്, അതുപോലെ പാച്ചിട്ട് ഉരച്ച് ലെവലാക്കി എടുക്കുകയാണ്. വളവളാന്ന് കിടന്ന് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ റെഡിയായി. ഇനി ഇത് കണ്ടോ, നമ്മുടെ ഗ്ലാസ് വന്നു, ഗ്ലാസും കാര്യങ്ങളൊക്കെ വന്നു, പുതിയ ഗ്ലാസ്. അപ്പം അതിനുള്ള സംഭവങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഇതേ ഈ ഒരു വശത്തോട്ട് വരാൻ ഞാൻ കാണിച്ചു തരാം. മൊത്തം 6 ഗ്ലാസ്, 1 2 3 4 5 6 ഗ്ലാസ്സാണ് നമുക്കുള്ളത്. ആ 6 ഗ്ലാസ്സും വന്നത് ഇതാണ് വലിയ ഗ്ലാസ്. ഇത് വലിയ ഗ്ലാസ്, ചെറിയ 2 അതിലും ചെറിയ 2. ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ സൈഡൊക്കെ കർവ് ചെയ്ത് നല്ല ഷേപ്പാക്കി 6 mm ആട്ടോ. സൻഗോബിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ 6 mm ആണ് ഗ്ലാസ് വെച്ചാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറെ സാധനം കാണിച്ചു തരാം. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പം വണ്ടിയുടെ അതേ കളർ തന്നെ ചിലപ്പം മിററാക്കും ഗൈസ്. അതേപോലെ തന്നെ നമ്മുടെ വീലഴിച്ച് പിന്നെ നമ്മുടെ റേഡിയേറ്ററിന് പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ റേഡിയേറ്ററും പിന്നെ അതിൻ്റെ പിന്നെ എന്നാ കൂളറുണ്ട് എന്നെ മറ്റെന്ന് പറയുന്നത് ഇൻ്റർകൂളർ, ഈ സംഭവം ഒക്കെ ബ്ലോക്കായിരുന്നു. അപ്പം അതൊക്കെ മാറ്റി അഴിച്ചു പണിതു. മൊത്തം ഏതാണ്ട് 40,000 രൂപയുടെ വണ്ടിയുടെ പിന്നെ മെക്കാനിക്കൽ ഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ചു. പിന്നെ അതുകൂടാതെ ഇതുണ്ട്, ഇവിടെ ഒരു ഫാൻ ഇരിക്കുന്നുണ്ട്. ഈ ഫാന് 2 ഇവിടെ, മേളിൽ 2. ഇതേപോലെ തന്നെ റേഡിയേറ്ററിനും കൊടുക്കണമെന്ന് പറഞ്ഞു. വണ്ടിക്ക് ഇത് തണുപ്പ്, ഈ ഐഷറിനൊരു ഹീറ്റിംഗ് പ്രശ്നമുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ചെയ്യണം. അതായത് മറ്റേ ഫൈബർ കട്ടിങ് ആട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും. പിന്നെ ഈ സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെയൊക്കെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഈ വണ്ടി ഒരു പ്ലേറ്റ് അടിച്ച് ഇതിൻ്റെ ഫ്രണ്ടിലെ 2 പ്ലേറ്റും അടിച്ച് നിവർത്തി പൊക്കണം. ഈ വണ്ടി താന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ചെയ്യണം. ബേക്കിൽ പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ടയറൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. ടയർ മേടിക്കൽ അതുപോലത്തെ പരിപാടികൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ നമ്മൾ പറഞ്ഞ പോലെ ക്യാപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, അത് മേടിച്ചിട്ടു, അതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഇത് കണ്ടോ, എല്ലാ സാധനവും ഇവിടെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിന് പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരും. പിന്നെ ഇത് പൊക്കാനും താത്താൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കൊണ്ടുവരും. ഇത് പുതിയ ക്യാപ്പിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അവർ അടുത്ത ദിവസം വരും. അവർ വരണം. അവരിനി പണിയാൻ വരണമെങ്കിൽ ഉള്ളിൽ ആ ഗിയർ ബോക്സിൻ്റെ അവിടെ ഒരു കട്ട് ചെയ്തൊരു ബോക്സ് അടിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനി ഗ്ലാസ് സംഭവങ്ങൾ അങ്ങനത്തെ പരിപാടികൾ, പിന്നെ പഴയ 360 സാധനമാണ് കാണുന്നത്, അതെല്ലാം പോയി. അതിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സാധാ ക്യാമറയ്ക്കുള്ള ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കട്ട് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഇനി ഉള്ളൂ. ഫിനിഷിംഗ് ഭാഗങ്ങളിലേക്ക് നമ്മുടെ വണ്ടി അടുക്കാറായി. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ പരിപാടി കുറച്ച് ചെയ്യാനുണ്ട്, അതും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയിപ്പം ഉള്ളിലേക്ക് വരാൻ നേരത്തെ ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഗോൾഡ് മെഡലിൻ്റെയാണ്. അതായത് സ്വിച്ച് ബോർഡുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങളെല്ലാം. കാരണം നമ്മുടെ വീട്ടിലും ഏകദേശം ഗോൾഡ് മെഡലാണ് എല്ലാം ഉപയോഗിച്ചത്. ഇവിടെ എല്ലാ വണ്ടികളിലും ഗോൾഡ് മെഡലിൻ്റെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഗോൾഡ് മെഡലിൻ്റെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇതേപോലെ എല്ലാ ലൈനുകളും വന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ പരിപാടി ഇത് കണ്ടോ. ഇതിനിപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ മറ്റേ എങ്ങനെയാണ് ഇക്കാ തീരുമാനമാക്കിയ ബോക്സ് വെക്കുവാണോ? പ്രോപ്പറായിട്ടുള്ള രീതിയിലേ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായത്. വയ്യാണ്ട് പോയല്ലോ. ഇതിപ്പോൾ ഓരോന്നിനും ഇതുണ്ട്. ഈ വയറ് വന്നാക്കുന്നുണ്ടോ ഇതേപോലെ ഇങ്ങനെ ഇത് അടിച്ചടിച്ചെടുക്കൂട്ടോ. എന്നിട്ട് നമ്മൾ വെക്കുന്ന ലൈറ്റ് എന്ത് ചെയ്യേ? വേർ ഈസ് ദ ലൈറ്റ്? എല്ലാം നമ്മൾ പിന്നെ ഇതൊക്കെ വലിച്ച് ഇതൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്യണം. പിന്നെ ഈ സ്വിച്ച് ബോർഡിന് മാത്രമാണ് ഒരു സംഭവമുള്ളത്. കാരണം അത് അതിൻ്റെ ഒരു ബോർഡുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ ഡയറക്റ്റ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ബോർഡോട് കൂടിയേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
തണുപ്പൊക്കെ അടിക്കാൻ ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡ് വരും. എൻ്റെ അമ്മ എന്നെ പൊടിയായിട്ടാ വരുന്നത്. ആണോ? കട്ടിങ്ങിൻ്റെ. പിന്നെ ബാത്റൂം ഇതൊക്കെ ഫുള്ള് ഇത് ഇങ്ങോട്ട് നോക്കിയേ. ഇതിൻ്റെ ഈ വശം ഇനി ഇപ്പുറത്തെ വശത്തോട്ട് വന്നേ. ഇത് കണ്ടോ? ഇതിൻ്റെ ഈ വശം കവർ ചെയ്തു. ഇതുണ്ട് ഇവിടെ കവർ ചെയ്തു. ഈ ഒരു വശം കവർ ചെയ്തു. ഇതുണ്ടോ? ഇവിടെ കവർ ചെയ്തു. ടോപ്പ് കവർ ചെയ്തു. ഇവിടെ കുറച്ച് പ്ലംബിങ്ങിൻ്റെ പണി ചെയ്യാണ്ട് നമ്മുടെ ബാത്റൂമിലേക്ക് വരുന്ന വെള്ളം, ഫ്ലഷർ, പിന്നെ മറ്റേ നമ്മുടെ നല്ല പിടി സംഭവങ്ങൾ അതിൻ്റെയൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ മോട്ടർ വെക്കണം കേട്ടോ. മോട്ടർ വെച്ചില്ലെങ്കിൽ ഒരു പവർ ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ മോട്ടർ വെക്കണം. പിന്നെ ഇത് നമ്മുടെ പുറത്തോട്ട് പോകുന്ന ഫാനാണ്. ആ ഫാനിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വാഷ് ബേസിനും മറ്റേ നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഓൾറെഡി മേടിച്ച് കൊടുത്താണല്ലോ, അത് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം. പിന്നെ ഈ ഫ്ലോർ ചെയ്യാനുണ്ട്. ഇനിയിപ്പം അപ്പോൾസറി ചെയ്യാനുണ്ട്, ഫ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഏകദേശം ഇവിടെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട് ഇതുണ്ട്. ഈ സൈഡ് കണ്ടോ? ഇതൊക്കെ ഫുള്ള് കവർ ചെയ്തെടുത്തു നമ്മൾ. ഈ ഭാഗങ്ങളൊക്കെ ഇത് കവർ ചെയ്തു. ഇതുണ്ട് ഈ സൈഡ് കവർ ചെയ്തു. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ചാർജിങ് പോർട്ടുകളാണ്. ഇത് നമ്മുടെ ലൈറ്റ്. ഇത് കണ്ടോ? ഗോൾഡ് മെഡലിൻ്റെ തന്നെ ലൈറ്റാണ്. 6 വാട്ട്സ് അല്ലേ? മൊത്തം എത്ര എണ്ണം? 17 എണ്ണം വരുന്നത് അല്ലേ? നമുക്ക് 1000 kV ഉള്ളു. അപ്പം 16 എണ്ണം എന്ന് പറയുമ്പോൾ 10 എണ്ണം നമ്മൾ 60ഉം ഒരു 100 താഴെ 100-120 താഴെ. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ലൈറ്റ് നമുക്ക് അത്ര വരും. എല്ലാ ലൈറ്റും ഇടുവാണെങ്കിൽ ഓരോ ലൈറ്റ് ഇടുന്നതനുസരിച്ച് അതിൻ്റെ വ്യത്യാസം വരും. ഇത് പിന്നെ ഇൻവേർട്ടറിലും അതുപോലെ തന്നെ ഇതിലും വർക്ക് ചെയ്യും. എന്തിൽ വർക്ക് ചെയ്യും? ഇൻവേർട്ടറിലും മറ്റേ ജനറേറ്ററിലും വർക്ക് ചെയ്യും. ഇനി ഇത് കൂടാതെ ഇവിടെ സെൻട്രൽ ഒരു ഇത് കണ്ടോ? ഇത് 12 വാൾട്ടിൻ്റെ നിയോൺ സ്ട്രിപ്പ് പോകുന്ന ലൈനാണ്. അതായത് വണ്ടിയുടെ നോർമൽ കറണ്ട് 12 വാൾട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഇത് ടി വിയുടെ ആണ് ഈ സാധനങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ ഒരു സംഭവം വരാണ്ട്. ഇത് കണ്ടോ? ആര് വാങ്ങണ്ടോ? അവിടെ ഒരു കവറിങ് സാധനം, ഈ ഒരു ഡോറ്, ആ ഒരു ഡോറ്. പിന്നെ ഇത് കണ്ടോ? ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു സാധനം പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ പരിപാടിയേ ഉള്ളൂ. ബാക്കി പരിപാടികളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് കണ്ടോ? ഇതാണ് കിച്ചൺ, ഫ്രിഡ്ജ്, മറ്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ, സ്റ്റോറേജ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട്. ഈ ഒരു കബോർഡിൻ്റെ സംഭവം. ഇനി ഇങ്ങോട്ട് നോക്കി, ഈ AC ഒക്കെ പാക്ക് ചെയ്ത് ഫുൾ സെറ്റപ്പ് ആക്കി. ഇനി ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകളും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സംഭവങ്ങൾ. ഇതൊക്കെ ചാർജർ പോയിന്റുകളാട്ടോ. ഇതൊരു ചാർജർ പോയിന്റ്, ഇതൊരു ചാർജർ പോയിന്റ്. അതിൻ്റെ അടിയിൽ കണ്ടോ? അവിടെ ഒരു ചാർജർ പോയിന്റ്. ഇവിടെ ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കി അവിടെ ഒരു ഫാനിൻ്റെ ലൈൻ വലിക്കണം. അപ്പോൾ അതിനോട് പറയണം ഒരു 12 വാൾട്ടിൻ്റെ നോർമൽ ഫാനിൻ്റെ സംഭവങ്ങൾ അത് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഡോറ് മാറ്റി ഇതേപോലെ തന്നെ ACP അടിച്ച് വൃത്തിയാക്കി എടുക്കണം. ഈ ഗ്ലാസ്സിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡാഷ്ബോർഡ് ചിലപ്പോൾ മൊത്തം മാറ്റും, അല്ലെങ്കിൽ നജീക്ക് പറഞ്ഞാൽ ഐവറി അടിച്ച് സെറ്റപ്പ് ആക്കി എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ടോയ്ലറ്റ് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഇത് കണ്ടോ? ഇവിടെ ഒരു ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുക്കാറുണ്ട്. ഇവിടെയാണ് ക്ലച്ച്, ഗിയർ ബോക്സ് സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത് പീസാക്കി എടുത്താൽ എന്തെങ്കിലും അതിനൊക്കെ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇതുണ്ടോ? ബേക്കിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ട് എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് എല്ലാം പിന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങനെ എടുത്ത് ക്ലിപ്പ് ചെയ്യേണ്ട കേസുള്ളൂ അല്ലേ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട കേസുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ പിന്നെ അടിയിൽ സ്റ്റോറേജ് ചിലപ്പോൾ മേലത്തെ അത് സ്റ്റോറേജ് ആക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും സാധനം നമ്മുടെ വണ്ടി കൊള്ളാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അഖിലേ തിരക്കാ ഗൈസ്. അതായത് അവിടെ ഈ AC-യുടെ ഇതുണ്ടോ? ഈ AC-യുടെ വിൻഡോ ഇവിടെ കാണിച്ചു തരാം. ഈ AC-യുടെ വിൻഡോ ഉണ്ടോ? ഇത് ഇത്ര താഴത്തുള്ളൂ. കറക്റ്റ് താഴോട്ട് ഈ സാധനം കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഇവിടെ വേണമെന്നില്ല, അവിടെ 2 ഫാൻ വെച്ച് കൊടുക്കണം. 12 വാൾട്ടിൻ്റെ. എന്നാലേ നമുക്ക് ഇരിക്കുന്ന ഡ്രൈവർമാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കൂളർ ഈ വണ്ടിക്ക് മേടിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുകൂടാതെ വെള്ളത്തിൻ്റെ കുറച്ച് പരിപാടി കാര്യങ്ങൾ ചെയ്യാണ്ട്. അഖിലേ നീ ഒരു ഹെൽപ്പ് ചെയ്യോ? ഇവിടെ എന്തായാലും ഇവിടെ അവിടെ AC ഷീറ്റ് വരാണ്ട്. നീ ഇവിടെ 2 മറ്റേ നമ്മുടെ പഴയ 2 ഫാൻ എടുത്ത് വെക്കുമോ? ഏത് കുഞ്ഞി ഫാൻ? ഇതിൻ്റെ 2 അടിയിൽ. ഇതിൻ്റെ അടിയിലടാ, AC-യുടെ അടിയിൽ വെക്കുവോ? ലൈൻ ഇടാം. ഒന്ന് പറയടാ ശ്രീത്തിനോട്. ഇതെന്നറിയോ? ഇത് താഴത്തില്ല, ഇത് നേരെ അങ്ങോട്ടേ പോത്തു. ഇങ്ങോട്ട് കിട്ടും. എവിടെ വരുന്നത്? മേളിൽ നിന്ന് താഴോട്ട് വെക്കാവോ? അപ്പോൾ കറക്റ്റ് AC-യുടെ തണുപ്പ് കിട്ടും. ഗൈസ് അത്ര സംഭവമാണ് അവിടെ ചെയ്യാനുള്ള. പിന്നെ ഇതൊക്കെ ടേബിൾ സാധനങ്ങൾ ഇതൊക്കെ ഇനി വരാണ്ട്. ഏകദേശം ഫൈനൽ വർക്കിനോട് സാധനം അടുത്തിരിക്കുകയാണ്. വണ്ടിക്ക് ജാക്കിയും ലിവർ മേടിക്കണം, മറന്നുപോയി. ടയർ മേടിക്കണം. ഇനി അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട്. മെയിൻ്റെനൻസ് തന്നെ എല്ലാം തീർത്തിട്ട് വന്ന നേരത്ത് അത് മാത്രമേ ഇനി ചെയ്യാൻ ബാക്കി ആകരുത്. പിന്നെ അതേപോലെ വേറെ എന്നാ ബാക്കിയുള്ള ഏകദേശം ഒതുങ്ങാറായി. ഇനിയിപ്പോൾ ഒന്ന് ആഞ്ഞ് പിടിച്ച് ഒരു നൈറ്റ് എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് നടക്കൂല. പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു നൈറ്റ് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം പരിപാടിയും കാര്യങ്ങളൊക്കെ പട്ടയം തീരും.
ആ ഓ നിങ്ങൾ ഓണാക്കിയോ, ഒരു കുഴപ്പമില്ല, ഓണാക്കിയോ. ഗൈസ് ഇത് കണ്ടോ, കട്ട് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് അത് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഒഴിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ പരിപാടി മൊത്തം പാളും അല്ലേ. അത് മൊത്തം കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാട്ടോ നമ്മൾ ലൈറ്റ് വെക്കുന്നത്, എങ്കിലേ അത് ശരിയാകത്തുള്ളൂ, അല്ലെ ശരിയാകത്തില്ല. അതും ഇത് വെക്കാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണം. ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടായ പരിപാടികൾ, അതുകൊണ്ട് എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അതിനനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ആ ഒരു ഫാൻ എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് ഞാൻ അഖിലിനോട് അവിടെ വെക്കാൻ പറഞ്ഞത്, അതെന്തായാലും വെക്കണം. പിന്നെ ജനറേറ്റർ സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാമെന്നേ ഉള്ളൂ. ഒരു നൈറ്റ്, അതായത് ഒരു ഡേ നൈറ്റ് നിന്ന് കഴിഞ്ഞാൽ പരിപാടി ടേ എന്ന് പറഞ്ഞ് തീരും. അതേസമയത്ത് ഈ ജനറേറ്റർ ഇവിടെ ആവശ്യമായിട്ടോ, നമ്മൾ പല കാര്യങ്ങളിലായി പോയതുകൊണ്ട് ഇതിൻ്റെ കാര്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിങ്ങനെ ഇവിടെ കടന്നുപോയി. ഇതെൻ്റെ പഴയ ELCB ആട്ടോ ഈ കാണുന്നത്, ഇത് കണ്ടോ പഴയ ELCB. അപ്പം അതെന്തേലും ഒന്ന് ചെയ്യണം. പിന്നെ അതേപോലെ TV ക്യാമൻ ഇങ്ങനെ അടിക്കുന്നുണ്ടോ ഇവിടെ? അല്ല അത് മതി, ഇതടിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റ് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിക്ക് വെക്കുന്ന സീറ്റ്. ഇനി അപ്പോൾസറി വർക്ക് അവിടെ നടക്കാറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾസറി ഇതേ കൂടുതൽ തന്നെയാണ്. ഈ അപ്പോൾസറി ചെയ്യണം. പിന്നെ ടയർ മേടിക്കാൻ പോകണം. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, അതൊക്കെ മേടിക്കണം. അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇനി ബാക്കിയുള്ള ചെയ്യുള്ളൂ. പിന്നെ 2 പുതിയ വീൽ കപ്പ് നാളെണ്ണം മേടിക്കണം. പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഇനി ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടിയിലേക്ക് വരുന്ന സീറ്റ്. 4 സീറ്റ് എന്ന് പറയുന്ന ഈ സാധനം ഇത് അപ്പോൾസറി ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു കുഷ്യനുള്ള ടൈപ്പ് വേണം നമുക്ക് കിട്ടാൻ വേണ്ടി. ലോങ് യാത്രയ്ക്ക് ഇതേ പറ്റത്തുള്ളൂ. മറ്റേ ടൈപ്പ് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത്ര സെറ്റപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ അപ്പോൾസറി ചെയ്ത് ഇത് 4 എണ്ണം എടുക്കും. പിന്നെ അതുകൂടാതെ ചിലപ്പം ഫ്രണ്ടിലെ ഒരു സിംഗിൾ സീറ്റ് ഇത് തന്നെ ആക്കും. ഡ്രൈവറിൻ്റെ സീറ്റ് നമുക്ക് പൊക്കവും താത്തവും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സീറ്റ് ഒപ്പിക്കണം. അപ്പോൾ അതും അപ്പോൾസറിക്ക് കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ട, അത് ചെയ്യണം. അപ്പോൾ അപ്പോൾസറിയുടെ പരിപാടി തൊട്ടപ്പുറം നടക്കുന്നത്. അപ്പോൾ ചേട്ടന്മാരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ലിബിന് ഈ പനി വന്നുകൊണ്ട് അവൻ ഹോസ്പിറ്റലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഡിലേ ആയി നമ്മളെ കാര്യങ്ങളൊക്കെ. എങ്കിലും നമുക്ക് നാളെ മുതൽ ആഞ്ഞു പിടിക്കണം പരിപാടി. ഈ ആഴ്ചക്കുള്ളിൽ തന്നെ വണ്ടിയുടെ പരിപാടി തീർത്തിറങ്ങണം. അപ്പം ഇനിയും കുറച്ചും കൂടെ വർക്ക് കാര്യങ്ങൾ ബാക്കിയുണ്ട്, അത് ചെയ്യണം. അത് മാത്രമല്ല നമുക്കും യാത്ര ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്ത മാസം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ 2 മാസം കഴിഞ്ഞ് ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. എങ്കിലേ നമുക്ക് യൂറോപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പരിപാടി എല്ലാം പാളും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ചിലപ്പം യൂറോപ്പ് കഴിഞ്ഞിട്ട് കാനഡ, അമേരിക്ക ആണല്ലോ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. ചിലപ്പോൾ നമ്മൾ ഒന്ന് പ്ലാൻ മാറ്റും. അതായത് വിൻ്റർ സമയത്ത് നമ്മൾ കാനഡ, അമേരിക്കയിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം നമ്മളറിയാം, റഷ്യ നമ്മൾ അനുഭവിച്ച പോലെ തന്നെ അവിടെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം, വിൻ്റർ വരാൻ നേരത്ത്, അതായത് ആ നവംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ പോർച്ചുഗൽ വഴി നമ്മൾ ആഫ്രിക്ക, അതായത് മൊറോക്കോ, അങ്ങനെ എത്യോപ്യ വഴി, മൊറോക്കോ നിന്ന് എത്യോപ്യ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഓടിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ നമുക്ക് ചെയ്യാനൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ യൂറോപ്പ് അതുപോലെ തന്നെ ബ്രിട്ടൻ ആ ഒരു ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് ചെയ്യാൻ പോകുന്നത്, ആഫ്രിക്ക. അപ്പോൾ അതെന്തായാലും കറക്റ്റ് എന്നോട് പറഞ്ഞു തരാം കേട്ടോ, അത് ഏതാ സംഭവം എന്നുള്ളത്, എവിടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നതെന്നുള്ളത്. അതായത് കറക്റ്റ് നമ്മൾ പോർച്ചുഗൽ അല്ലെ സ്പെയിനിൽ നിന്ന് നേരെ മൊറോക്കോ, അവിടുന്ന് അൾജീരിയ, ടുനേഷ്യ, അവിടുന്ന് ലിബിയയിൽ നിന്ന് ഒന്നേൽ ഈജിപ്ത് അല്ലെങ്കിൽ CHAD, അതേതാ രാജ്യത്തിൻ്റെ പേര്, CHAD ആ രാജ്യം. അവിടുന്ന് നേരെ ഒന്നേൽ സുഡാൻ അല്ലെങ്കിൽ സൗത്ത് സുഡാൻ, അവിടുന്ന് എത്യോപ്യയിൽ നിന്ന് സൊമാലിയ, ഇത്രയും രാജ്യത്ത് പോകാനുള്ളൊരു പ്ലാനുണ്ട്. അവിടുന്ന് വീണ്ടും തിരിച്ച് ഓടിച്ച് യൂറോപ്പിൽ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുമ്പോൾ പല വൈറസുകളുടെ വാക്സിനേഷൻ എടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനും പ്രിപ്പയർ ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയ പ്ലാനുണ്ട്. അപ്പോൾ അതെന്നാന്ന് നോക്കിയിട്ട് ചെയ്യണം. അപ്പം ഇവിടുത്തെ യാത്ര പെൻഡിങ് ആയി കഴിഞ്ഞാൽ ഒന്നാമത് ഓൾറെഡി നമ്മൾ 1 മാസം ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ അത് ചെയ്യണം. അപ്പം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇത് 2 മാസത്തിനുള്ളിൽ പോയി വരണം. കാരണം നമുക്ക് നേപ്പാൾ പോകണം, പിന്നെ ഭൂട്ടാൻ പോകണം, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് പോകണം, ഹിമാചൽ പോകണം, കാശ്മീർ പോകണം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് പോകാൻ വേണ്ടി. നമ്മളിനി ഇന്ത്യ സഞ്ചരിക്കാനുള്ളത് മണിപ്പൂരും ഉത്തരാഖണ്ഡും മാത്രമേ ഉള്ളൂ. അതിൽ മണിപ്പൂർ ഇപ്പോഴും എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയത്തില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പിന്നത്തെ പ്രാവശ്യം നമുക്ക് നോർത്ത് ഈസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്നു. എന്തായാലും ഈ യാത്രയിൽ ലിബിന്, അഭിരാമിന് നമുക്ക് കൈ തെളിയിക്കണം വാഹനം ഓടിച്ച്.
പരമാവധി ഞാൻ ഓടിക്കാതെ അവരെ കൊണ്ട് ചെയ്യിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് യൂറോപ്പ് യാത്രയിൽ ലിബിന് വണ്ടി കൊടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഞാൻ എന്തെങ്കിലും വണ്ടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ സജഷൻ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ആ കമൻറ്റ് നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ഗുഡ് ബൈ.